JP ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുവർഷമായ കൊല്ലവർഷം 1200 ചിങ്ങമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൻ്റെയും മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 12 രാശിക്കൂറുകളുടെയും ഒരാഴ്ചത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാരെ സംബന്ധിച്ച്, മേടക്കൂറെന്ന് പറയുമ്പം അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം. പിതാവിൽ നിന്നോ സർക്കാർ മുഖേനയോ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബസ്വത്ത് ലഭിക്കാനും അതുപോലെ തന്നെ ഈ ആഴ്ച ആത്മീയമായ കാര്യത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകാനും ധനപരമായ ഉയർച്ച ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും, ബിസിനസ് നടത്തുന്നവർക്ക് ആഡംബര വസ്തുക്കൾ, അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ, കരകൗശല വസ്തുക്കൾ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും, അതുപോലെ ഹോട്ടൽ, ആശുപത്രി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർക്കുമൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്, നല്ല ആഴ്ചയാണ് എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ബന്ധം ഉള്ളവർ സൂക്ഷിക്കണം. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം താമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ബിസിനസ്സോ പങ്കാളിത്ത പ്രവർത്തനങ്ങൾ ഏതായാലും അവരുമായിട്ട് ആലോചിച്ച് വേണം ചെയ്യാൻ എന്നുള്ളതാണ്. ഇനി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ കാർത്തിക 1/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി, അതാണ് ഇടവക്കൂറ്. വീട്, വാഹനം എന്നിവയുമായി ഏതെങ്കിലും തരത്തിൽ പ്രയാസം നേരിട്ടവർക്ക് അതൊക്കെ മാറി വീട് പണി പൂർത്തീകരിക്കാനും, അതുപോലെ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യത്തിന് അനുകൂലമായ സമയം വന്നു ചേരുന്നു എന്നാണ് ഈ ആഴ്ചയുടെ പ്രത്യേകത. വീട്ടുപകരണങ്ങൾ, ഫ്രിഡ്ജ്, TV, കട്ടില്, അലമാര തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ ഇതൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കണം എന്നതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. മാതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാതാവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ആഴ്ചയുടെ അവസാനത്തിലെ 1-2 ദിവസം ബുദ്ധിമോശം വരാതെ സൂക്ഷിക്കണം. കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഈ ആഴ്ച പുണ്യക്ഷേത്രങ്ങളിലോ അതുപോലെ തന്നെ തീർത്ഥയാത്രയോ ഒക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായ മെച്ചവും അതിൽ നിന്ന് നല്ല സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം. അതാണ് ഈ ആഴ്ചത്തെ ഫലം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ മകയിരം 3, 4, തിരുവാതിര, ഉണർന്നത്തിൻ്റെ 1, 2, 3 പാദങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചുള്ളത്. മിഥുനക്കൂറുകാർ കഴിഞ്ഞുപോയ ദിവസങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് കഴിഞ്ഞ മാസവും ഇടവം, മിഥുനം മാസങ്ങൾ, കർക്കിടകം മാസങ്ങളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ വളരെ നല്ല ആഴ്ചയാണ് എന്നുള്ളതാണ്. തടസ്സപ്പെട്ട് കിടന്നതും നടക്കില്ല അല്ലെങ്കിൽ ശരിയാകില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതും പ്രയാസപ്പെട്ട് കിടന്നതുമായ പല സംഗതികളും മെച്ചപ്പെട്ട രീതിയിൽ തുടങ്ങാനും അത് പൂർത്തീകരിക്കാനുമൊക്കെ സാധിക്കും എന്നതാണ്. ഐശ്വര്യം, ബലം, ഉത്സാഹം, മനസ്സിന് സന്തോഷം എന്നിവയൊക്കെ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. നിരാശയിൽ കഴിഞ്ഞിരുന്നവർക്ക് ഒരു ഉണർവും അതുപോലെ തന്നെ പ്രതീക്ഷയും ലഭിക്കുന്ന ഒരു ആഴ്ചയാണിത്. തുടക്കത്തിൽ 1-2 ദിവസം ചില മനപ്രയാസവും പ്രതീക്ഷിച്ചതുപോലുള്ള വിജയവും ഉണ്ടാകണമെന്നില്ല. എന്നാലും വരും ദിവസങ്ങൾ നല്ലതായിരിക്കും എന്നാണ്. ആദ്യത്തെ 1-2 ദിവസം മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഇച്ചിരി മനപ്രയാസങ്ങളൊക്കെ വരുന്നു. ബിസിനസ് നടത്തുന്നവർക്ക് ആദ്യ ദിവസങ്ങൾ അത്ര മെച്ചമായിരിക്കില്ല. ഈ ആഴ്ച അവിചാരിതമായി പല ചിലവുകളും വരാം. തൊഴിൽപരമായി അത്ര ഗുണമുള്ള ആഴ്ചയല്ല എന്നുള്ളതാണ്. ഇനി കർക്കിടകൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പുണർദം 4-ാം പാദം, പൂയം, ആയില്യം ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി വിഷമം നേരിടുന്ന ഒരു ആഴ്ചയാണ്. എന്നാലും പല ഭാഗത്തു നിന്നും സഹായം ലഭിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹകരിക്കുകയും ചെയ്യും. ബുദ്ധിപരമായ ചില തീരുമാനങ്ങളും കൈക്കൊള്ളും. കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതിയവർ ചിലപ്പോൾ പിന്മാറിയെന്ന് വരാം. 11-ലെ ചൊവ്വയും 11-ലെ വ്യാഴവും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് കുറേയേറെ ഒരു പ്രതീക്ഷിക്കാത്ത ഗുണങ്ങളും ഉണ്ടാകും. സന്താനങ്ങൾക്ക് അപ്രതീക്ഷിത ഭാഗ്യം ഉണ്ടാകാം. മൂത്ത സഹോദരങ്ങളുമായി നീരസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് സാമ്പത്തിക ക്ലേശം കുറച്ചൊക്കെ പരിഹരിക്കാൻ സ്വയമേവ ശ്രമിക്കും. 2-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുന്നതിനാൽ സാമ്പത്തികമായും കുടുംബപരമായും നല്ല അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിക്കും. 8-ലെ രാഹു ആരോഗ്യ സംബന്ധമായി അത്ര മെച്ചമല്ല എന്നതാണ്. ഇനി ചിങ്ങൻ രാശിയിലേക്ക് പോകുമ്പോൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ 1-ാം പാദം, അതാണ് ചിങ്ങൻ രാശിക്കൂറ്. ചിങ്ങൻ രാശിക്കാർക്ക് നയനരോഗം അഥവാ കാഴ്ചക്കുറവിന് എന്തെങ്കിലുമൊക്കെ സാധ്യത വരാം എന്നാണ്. സുഖത്തിന് കുറവൊന്നും വരില്ല. രവി ശുക്രയോഗം ഭൗതിക സുഖത്തിനും ഭാര്യാഭർത്തൃ ബന്ധത്തിനും കൂടുതൽ സുഖവും ആകർഷകത്വവും തോന്നും.
7 ശനിയുടെ ദോഷത്തിന് കുറച്ചൊക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അകന്നു കഴിഞ്ഞിരുന്നവർ അടുപ്പം കാണിക്കുകയും ചെയ്യും. പാർട്ട്ണർഷിപ്പ്, പ്രേമബന്ധം എന്നിവയിൽ നേരത്തെ വലിയ അടുപ്പം തോന്നാതിരുന്നവർ കുറച്ചുകൂടി ആത്മബന്ധം ശക്തിപ്പെടുകയും കുറച്ചുകൂടി ആ ബന്ധം പുഷ്ടിപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. സ്വന്തം പരിശ്രമം വിജയിക്കാതിരുന്ന പലർക്കും വിജയസാധ്യത ഉണ്ടാകുന്ന ആഴ്ചയാണിത്. സ്വന്തമായി പല പദ്ധതികളും പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ ശ്രമിക്കും. തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും കൂടുതൽ മെച്ചമുണ്ടാകുന്ന വഴികൾ കണ്ടുപിടിക്കും. ആരോഗ്യ സംബന്ധമായി കാലിന് പ്രശ്നമോ അലർജിയോ ഉള്ളവർ സൂക്ഷിക്കണം. യാത്രകൾ പ്രതീക്ഷിച്ചതുപോലെ ഗുണം ചെയ്യണമെന്നില്ല. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ താമസമോ തടസ്സമോ വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. നടക്കുമെന്ന് വിചാരിച്ച ചില ബന്ധങ്ങൾ മാറിപ്പോകാം. ശനിദോഷത്തിന് പരിഹാരവും സർപ്പങ്ങൾക്ക് 100 പാലും നടത്തി ദോഷത്തിന് പരിഹാരം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇനി കന്നിരാശിയെ സംബന്ധിച്ച് പറയുമ്പം ഉത്തരം 2, 3, 4 പാദങ്ങളും അത്തം ചിത്തിരയും ചേർന്നാണ് കന്നിക്കൂറ്. 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം പിതാവിനെ കൊണ്ടുള്ള ഗുണം ലഭിക്കാനിടയാകും. 7-ലെ രാഹുവും 9-ാം ഭാവാധിപൻ്റെ 12-ലെ സ്ഥിതിയും അനുഭവയോഗം കുറയ്ക്കുന്ന ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങൾ ഉയർന്ന നിലയിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടും അതിന് തക്ക ഗുണം ലഭിക്കാതിരിക്കുക, സാമ്പത്തികമായി നഷ്ടം വരിക അഥവാ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാതിരിക്കുക, സഹോദരങ്ങളുമായി മാനസികമായി ഉള്ള പ്രശ്നം നിലനിൽക്കുക, ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ പലതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സുഖ സൗകര്യങ്ങൾക്ക് കുറവൊന്നും വരികയില്ല. ഓരോ പ്രതീക്ഷയും അർപ്പിച്ച് ചെയ്യുന്ന ഓരോ യാത്രയും പൂർണ്ണ ഫലം കാണണമെന്നും ഇല്ല. ഭൂമി സംബന്ധമായ കാര്യത്തിൽ ലാഭവും തർക്കവും നിലനിൽക്കാം. എന്നിരുന്നാലും കാര്യങ്ങൾ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. ദാമ്പത്യബന്ധം അത്ര സുഖകരമായിരിക്കണം എന്നില്ല. പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥകളും തൊഴിൽ, വ്യവസായം, പണമിടപാടുകൾ ഇങ്ങനെയുള്ളതെല്ലാം വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം ചിത്തിര 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളിൽ ചേരുന്നതാണ് തുലാം രാശിക്കൂറ്. തുലാം രാശിക്കാർക്ക് സൂര്യനും ബുധനും ശുക്രനും 11-ൽ നിൽക്കുന്ന സമയമാണ്. സാമ്പത്തികമായി കുടുംബപരമായി മെച്ചമുണ്ടാകുന്ന സമയം. മാനസികമായി അകന്നു നിന്ന ബന്ധുക്കളുമായി കുറച്ച് അടുത്ത് സഹകരിക്കാനുള്ള അവസരം ലഭിക്കും. അപ്രതീക്ഷിതമായി ചിലവുണ്ടാകും. യാത്ര വളരെ സൂക്ഷിക്കണം. ശസ്ത്രക്രിയ പറഞ്ഞു വെച്ചിരുന്നവർക്ക് അതിനുള്ള അവസരം വരും. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകും. രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനം ലഭിക്കും. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും പലവിധ ഗുണങ്ങളും പ്രതീക്ഷിക്കാം. സിനിമ, സീരിയൽ തുടങ്ങിയ അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മെച്ചപ്പെട്ട ഗുണമുണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കില്ല. ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് സുഖമുണ്ടാവുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നതാണ്. ഇനി വൃശ്ചികം രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വൃശ്ചികൻ രാശി വിശാഖത്തിൻ്റെ 4-ാം പാദം അനിഴം, കേട്ട എന്നിവയാണ്. പരാജയപ്പെട്ടുകൊണ്ടിരുന്ന സംരംഭങ്ങൾ എല്ലാം വിജയത്തിലേക്ക് കയറുന്ന ഒരവസ്ഥയുണ്ടാകുന്നു എന്നതാണ്. തൊഴിൽപരമായി 10-ൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യൻ അപ്രതീക്ഷിതമായ പല നേട്ടത്തെയും ഉണ്ടാക്കും. നല്ല സ്ഥാനബലവും കർമ്മഗുണവും സൂര്യൻ നൽകുന്നത് കൊണ്ട് സർക്കാർ സംബന്ധമായ ജോലി ആയാലും അതിൽ ഉയർച്ചയും സ്ഥാനക്കയറ്റവും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും സാമ്പത്തിക ലാഭവും തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയവുമൊക്കെയാണ് എന്നതാണ്. 10-ലെ ബുധൻ ടെസ്റ്റ്, ഇൻ്റർവ്യൂ മുതലായവയിൽ ഗുണമുണ്ടാകും. മത്സര പരീക്ഷകളും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും അതിനുള്ള അവസരവും മെച്ചപ്പെട്ട റിസൾട്ടും ലഭിക്കും. സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. വ്യവസായികൾക്ക് പ്രത്യേകിച്ച് തുണിക്കട, സ്വർണ്ണക്കട, ബാറ്, സ്റ്റാർ ഹോട്ടൽ എന്നിവയൊക്കെ നടത്തുന്നവർക്ക് വൻ ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി നഷ്ടം സംഭവിച്ചതെല്ലാം തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ടുപോയ അഥവാ ലഭിക്കാതിരുന്ന പൂർവിക സ്വത്ത് വീണ്ടെടുക്കും. മാതൃസുഖം കുറയും. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ധനുരാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ, ധനിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം ഇതാണ് ധനുരാശി. സൂര്യൻ്റെ സ്ഥിതി അനുസരിച്ച് പിതാവിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും. എന്നാൽ പിതാവിനോടൊരു നീരസം കാണിക്കുകയും ചെയ്യും. വലിയ ധർമ്മിഷ്ഠനാണെന്ന് ഭാവിക്കും. എന്നാൽ അത്ര വലിയ വിശാല മനസ്കതയൊന്നും കാണിക്കുകയുമില്ല. തട്ട്, മുട്ട്, മുറിവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. വീറും വാശിയും കാണിച്ച് കുഴപ്പത്തിൽ ചാടരുത്. ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദ്യാഭ്യാസത്തിലും തൊഴിൽ രംഗത്തും മെച്ചമുണ്ടാകും. പൊതുവെ ദേഹസുഖം കുറയുന്ന ഒരു അവസ്ഥ വരാം. ആഭിചാരകർമ്മങ്ങളിൽ താല്പര്യം തോന്നുന്ന സമയമാണ്. ബന്ധുക്കളും വീട്ടുകാരും ഒത്തുകൂടുന്ന സാഹചര്യം ഉണ്ടാകും.
ഉള്ള സമ്പാദ്യം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കും. പലിശയ്ക്ക് പണം കൊടുക്കുന്ന കാര്യം കൂട്ടാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും. സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയും. 3-ലെ ശനി വളരെ നല്ല ഫലങ്ങൾ ചെയ്യും. എല്ലാവിധ സുഖ സൗകര്യങ്ങളും സഹോദരങ്ങളിൽ നിന്ന് നല്ല സഹായവും അതുപോലെ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. വ്യാഴം ഇഷ്ടഭാവത്തിൽ അനുകൂലമല്ലാതെ നിൽക്കുന്നത് കൊണ്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് പാൽപ്പായസം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇനി മകരൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ. നയനരോഗത്തിന് സാധ്യതയുണ്ട്. അതുപോലെ വരുമാനത്തിൽ കവിഞ്ഞ ചിലവിനും സാധ്യത കാണുന്നു. മുതിർന്നവരുമായി കലഹത്തിനോ അഭിപ്രായ ഭിന്നതയ്ക്കോ സാധ്യത വരും. മാനസികമായി പല വിഷമതകളും പ്രത്യേകിച്ച് സന്താന വിഷയത്തിൽ പ്രയാസം നേരിടാനുള്ള സാധ്യതയുമുണ്ട്. വിദ്യാഭ്യാസം സംബന്ധമായി നല്ല സമയമാണ്. സാമ്പത്തികമായി അത്ര മെച്ചമോ അത്ര മോശമോ അല്ല. സുഖസൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും വരില്ല. മാനസികമായി ആത്മീയ കാര്യങ്ങളോട് താല്പര്യം വരാം. സംസാര രീതി പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെടാതെ വരും. കൂടുതൽ ജോലി ചെയ്യാതെ എങ്ങനെ പണമുണ്ടാക്കാമെന്ന് ആലോചിക്കും. എല്ലാവരുമായും ഒരു വശീകരണം പോലെ യോജിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഇനി കുംഭൻ രാശിയിലേക്ക് പോകുമ്പോൾ, കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 3, 4 പാദം, ചതയം, പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങളും ചേരുന്നതാണ് കുംഭൻ രാശി. ചെയ്യുന്ന ജോലിക്ക് തക്ക പ്രതിഫലം കിട്ടുന്നില്ല എന്ന ഒരു തോന്നൽ ഉണ്ടാകും. 7-ലെ രവി ശുക്രയോഗം, അതായത് 7-ാം ഭാവത്തിൽ രവിയും ശുക്രനും ചേർന്ന് നിൽക്കുന്നത് ഭർത്തൃസുഖവും ഭൗതിക സുഖ സൗകര്യങ്ങളും നൽകും. ഇത് സ്ത്രീകൾക്കാണ് നല്ലത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യാസുഖം കുറയും. ഇത് ആരോഗ്യ സംബന്ധമായ പ്രശ്നമായിരിക്കാനും സാധ്യതയുണ്ട്. മാതാവിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കും. എന്നാലും മാതാവിന് ഒരു സംതൃപ്തി വരികയില്ല. കലാപരമായ കഴിവ് കൂടും. നല്ല വേഷവും എല്ലാവർക്കും പ്രിയങ്കരനും ആയിരിക്കും. ബന്ധുഗുണവും അതുപോലെ തന്നെ ധനലാഭവും, വീട്ടിൽ ഏതെങ്കിലും മംഗളകർമ്മത്തിന് അവസരവും ലഭിക്കും. ബന്ധുക്കൾ ഒത്തുകൂടുന്ന സാഹചര്യം ഉണ്ടാകാം. വിവാഹ സംബന്ധമായ കാര്യത്തിൽ തീരുമാനമാകില്ല. മറ്റുള്ളവരുടെ ഇടയിൽ ഒരു സ്ഥാനവും പ്രാധാന്യവുമൊക്കെ ഇവർക്ക് ലഭിക്കും എന്നതാണ്. ഇനി മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ പൂരിട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രമാണ് മീനൻ രാശി. സൂര്യൻ 6-ൽ സ്വക്ഷേത്രവാനായി നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഏത് കാര്യത്തിലും വിജയവും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. ലഗ്നത്തിലെ രാഹു പലവിധ ദുരിതവും ഭാവിയിൽ ഉണ്ടാക്കും. മദ്യം, മയക്കുമരുന്ന് മുതലായവയുടെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കാതെ സ്വന്തം തീരുമാനത്തിൽ മുന്നോട്ട് പോകും. സാമ്പത്തികമായി അത്ര മോശമല്ലാത്ത വാരമായതിനാൽ സുഖം കൂടുതൽ കിട്ടാൻ വേണ്ട വഴികൾ ആലോചിക്കും. ബന്ധുക്കളുമായും മറ്റുള്ളവരുമായും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ച് വഴക്കിൽ കലാശിക്കും. മുൻകോപവും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകും. 3-ലെ വ്യാഴം എന്തെല്ലാം ഉണ്ടായാലും സ്വസ്ഥത ഇല്ലാതാക്കും. സ്ത്രീകളുമായി കലഹിക്കും. വ്യാഴത്തിൻ്റെ ദോഷത്തിന് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപ്പായസവും അതുപോലെ സർപ്പക്ഷേത്രത്തിൽ 100 പാലും നടത്തി ദോഷശാന്തി നടത്തുന്നതും നല്ലതാണ്. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഒരേപോലെ അനുഭവപ്പെടുമോ എന്നുള്ളതല്ല. അതായത് ഓരോരുത്തരുടെയും ജനന സമയത്ത് ഓരോ ഗ്രഹങ്ങളും ഏതേതവസ്ഥയിലായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആ നക്ഷത്ര ദശാകാലം ചിലപ്പോൾ മോശമായിരിക്കാം, ചിലപ്പോൾ നല്ലതായിരിക്കാം. അപ്പോൾ അതുപോലെ പ്രായം, വ്യത്യസ്തമായ പ്രായവും ഉള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ നാളുകാർക്കും വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ പ്രായക്കാർക്കും ഏറെക്കുറെ എല്ലാവർക്കും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചില ഫലങ്ങളെയാണ് നിങ്ങളുമായി സൂചിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.